നമ്മൾ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതം നിന്നെ പേടിക്കുന്ന ജീവിതമാക്കണം റഹ്മാനേ. തഖ്വയുള്ള ഖൽബ് തരണം റഹ്മാനേ. വഅദ് പറയുന്ന ഞങ്ങൾ കൂടുതൽ പ്രതിക്കൂട്ടിലാണ്. ഗൈറു തഖിയ്യിൻ യഅ്മുറുന്നാസ ബിത്തുഖാ തബീബു യുദാവിന്നാസ വഹുവ അലീലു. തഖ്വയില്ലാതെ വഅദ് പറയുന്നവൻ രോഗിയായ ഡോക്ടറാണ്. റബ്ബേ, ഞങ്ങളെ അതപ്പതിപ്പിക്കാതെ തഖ്വയുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. വരട്ടെ, നീട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, എത്രയോ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് വല്ലാതെ മടങ്ങിയ മഹാനാണ്. അവിടുന്ന് വലിയ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. അവിടുത്തെ വാചകങ്ങൾ മുഴുവനും വലിയ ആഴമുള്ള വാചകങ്ങളാണ്. മഹാനവറുകൾ ആദ്യകാലത്ത് ഒരു വഴിക്കൊള്ളക്കാരനായിരുന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് ചെല്ലാൻ, ഒരു വീട്ടിലേക്ക് ചെല്ലാൻ, ഒരു കാമുകിയുടെ അടുക്കലേക്ക് ചാടിയിട്ട് മതിലേക്ക് കയറുമ്പോൾ ഇത് സമിഅത അലിയത്തുലു അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്തങ്ങ് കേട്ടപ്പോഴേക്ക് കൽബിലങ്ങ് മാറ്റം വന്നുപോയി. മതിലിന്റെ മേലെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് താഴേക്ക് വന്നപ്പോ കുറച്ചാളുകൾ സംസാരിക്കുന്നുണ്ട്. അവര് പറയുകയാണ്, നമുക്ക് രാവിലെ പോയാൽ മതി, വഴിയിൽ ഫുളൈൽ ബിൻ അയ്യാദ് എന്ന കൊള്ളക്കാരനുണ്ടാകും, നമ്മുടെ ചരക്കുകൾ പിടിച്ചു പറിച്ചു പോകും എന്ന് സംസാരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. പക്ഷേ അവരിപ്പോഴും ഇബാദത്തിൽ തന്നെ. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലങ്ങ് ചിന്തിച്ചു പോയി, അല്ലാഹുവേ, എന്തേ നല്ല തഖ്വയുള്ള ജനങ്ങൾ, അവർ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത് നിന്നെ ഭയക്കുന്ന ജനങ്ങളുണ്ട്, ഞാനിങ്ങനെ മോശക്കാരനായി പോയോ എന്ന് അവിടെ വെച്ച് തന്നെ തൗബ ചെയ്ത് വലിയ സ്വാലിഹായി ആബിദായി തഖ്വയുടെ ഉന്നതിയിലെത്തി ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്ത് ഹറമിൽ വന്ന് തൗബ ചെയ്ത് അവിടെ തന്നെ കൂടി. ഒരുപാട് ചരിത്രമുള്ള മഹാനാണ് ഫുളൈൽ ബിൻ അയ്യാദ് തങ്ങൾ. ആ മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാൾ മരണാസന്ന ഘട്ടത്തിൽ കിടക്കുമ്പോ, ആസന്ന മരണനായി കിടക്കുമ്പോ മഹാനവറുകൾ അവിടെ ഇരുന്ന് യാസീനോദിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായി ആസന്ന ഘട്ടത്തിൽ കിടക്കുന്ന ആൾ പറയുന്നു, വേണ്ട, ഓതേണ്ടതില്ല. മരണാസന്നരുടെയും മരണപ്പെട്ടവരുടെയും അടുക്കൽ യാസീൻ ഓതണം, അതുകൊണ്ട് അവർക്ക് കൂലിയുണ്ട്. യാസീൻ അവരുടെ സൂറത്ത് യാസീൻ അലാ മൗതാക്കും, നിങ്ങൾ മരണപ്പെട്ടു പോയവരുടെ മേൽ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. യാസീൻ ഓതിയാൽ അതിന്റെ ഫലം അവർക്ക് കിട്ടും. യാസീൻ ഓതുന്ന, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും, അതിന്റെ അനുഭവം കിട്ടും. അത് ഹദിയ ചെയ്താൽ അതിന്റെ കൂലിയും കിട്ടും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് പുണ്യമുണ്ടെന്ന് ചിന്തിക്കുന്നവർ മരണപ്പെട്ടവരുടെ വീട്ടിൽ ഖുർആൻ ഓതിയാൽ അവിടെ പുണ്യം അവതരിക്കും. വിശദമായി ഞാനിപ്പോൾ കടക്കുന്നില്ല. മഹാന്മാരായ സ്വഹാബത്ത്, അവിടുന്ന് താബിഈങ്ങൾ, അവരൊക്കെ വസിയ്യത്ത് ചെയ്യുമായിരുന്നു ഖുർആൻ ഓതണമെന്ന്. അവരുടെ ഖബറിന്റെ അടുക്കൽ, അവർ മരണപ്പെട്ടാൽ ആ മരണാസന്നരുടെ അടുക്കൽ. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് വലിയ പോരാളിയല്ലേ, ഫാത്തിഹുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച മഹാനാണ്. രോഗം മൂർച്ഛിച്ചപ്പോൾ പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും നല്ല ഖുർആൻ, നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന ആളെ ഒന്ന് വിളിക്കണം. അടുത്തിരുത്തിയിട്ട് ഖുർആൻ ഓതി. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന ആയത്തെത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പോകാൻ സമയമായി. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെയാണ് മഹാന്മാരെല്ലാം. വരട്ടെ, അപ്പോൾ ബഹുമാനപ്പെട്ട ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അടുക്കൽ വെച്ച് യാസീൻ ഓതിയപ്പോൾ പറഞ്ഞു, വേണ്ട. അപ്പോൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയൂല, ഞാൻ പറയുന്നതല്ല. ഫുളൈൽ ബിൻ അയ്യാദ് തങ്ങൾക്ക് വലിയ വിഷമമായി. എന്തേ എന്റെ ശിഷ്യൻ ഇങ്ങനെയായി പോയത്? കാരണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആലിമീങ്ങൾ, നമ്മുടെ മക്കളുടെ ഉസ്താദുമാർ, നമ്മളുടെ മക്കളുടെ ആഖിറം പേടിച്ച് ഭയക്കുന്നവരാണ്.
അവർക്ക് മാർഗദർശനം നൽകുന്നവരാണ്, അവർക്ക് സ്വർഗത്തിലേക്ക് വിളിക്കുന്നവരാണ്, അവരുടെ ലക്ഷ്യം അതാണ്. അങ്ങനെ ആലിമീങ്ങൾ അങ്ങനെയാണ്, അവരുടെ ശിഷ്യന്മാരുടെ ആഖിറം വെളിച്ചമാക്കാൻ ചിന്തിക്കുന്നവരാണ് ഉസ്താദുമാർ. വിശദമായി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് ബേജാറായി, എന്റെ ശിഷ്യൻ എന്തേ കലിമ ചൊല്ലാൻ കഴിയാത്തത്? മഹാനവറുകൾ അങ്ങ് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു 40 ദിവസത്തോളം മഹാനവറുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ എന്റെ ശിഷ്യന് കലിമ ചൊല്ലാൻ കഴിയാത്തത്? എന്തേ എന്റെ ശിഷ്യന് കലിമ ചൊല്ലാൻ കഴിയാത്തത്? എന്തേ എന്റെ ശിഷ്യൻ ഇങ്ങനെയായി പോയത്? അവസാനം 40 ദിവസം അടുക്കാൻ നേരം കാണുന്നു, ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ ശിഷ്യനെ നരകത്തിലേക്ക് വലിച്ചഴയ്ക്കുകയാണ്. ചോദിച്ചു, മോനെ, എന്തേ നീ ആ പഠിപ്പിച്ച എല്ലാ കാര്യത്തിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെ ഒരബദ്ധത്തിലേക്ക് പോയതെന്താണ്? ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് നീ എത്തിയതെന്താണ്? ഉടനെ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ എന്ന മഹാനോട് പറയുകയാണ്, എനിക്ക് 3 അബദ്ധം വന്നുപോയി. ഒന്നാമത്തെ അബദ്ധം, ഞാനൊരു ഏഷണിക്കാരനായിരുന്നു. ഏഷണി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ തെറ്റിക്കാൻ, ഇവിടെ പറയാത്തത് അവിടെ പറഞ്ഞും അവിടെ കേൾക്കാത്തത് ഇവിടെ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ തെറ്റിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ്. ഏതായാലും ശരി, ഇങ്ങനെ അപകടം നിറഞ്ഞ നിലക്ക് ഞാൻ ഏഷണിക്കാരനായിരുന്നു. രണ്ടാമത്തേതോ, ഞാനൊരു അസൂയക്കാരനാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകൾക്കൊരു സ്ഥാനം കിട്ടിയാൽ എനിക്ക് അസൂയയാണ്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കൊരു സ്ഥാനം കിട്ടിയാൽ എനിക്കൊരു അസൂയയാണ്. എന്തേ അവന് മാത്രം അങ്ങനെ കിട്ടാൻ? എന്തേ അവന് മാത്രം അംഗീകാരം കിട്ടാൻ? എന്തേ അവനെ മാത്രം ജനങ്ങൾ ആദരിക്കാൻ? എന്തേ അവനെ മാത്രം ജനങ്ങൾ കൊണ്ടു നടക്കാൻ? എന്തേ അവിടെ മാത്രം ആളുകൾ വരാൻ? എന്തേ അവിടെ മാത്രം ഇങ്ങനെയൊക്കെ ആകാൻ? അങ്ങനെ അസൂയ വെച്ചുപോയി. അസൂയ കൊണ്ടല്ലേ ഇവിടെ മുഴുവൻ വിപത്തുമുണ്ടായത്. ആലിമീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ജീവിത രീതിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആരോടും നമുക്ക് അസൂയ പാടില്ല. അല്ല കൊടുത്തത് മാറ്റാൻ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് കഴിയില്ല. അല്ല ആദരിച്ച ആദരവില്ലായ്മ ചെയ്യാൻ എൻ്റെ അസൂയ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മോനെ, നീ അസൂയക്കാരനാകരുത്, നീ തഖ്വയുള്ളവനാകണം. നല്ല ആലിമീങ്ങൾ ഉസ്താദുമാരുടെ റിളയിൽ ജീവിക്കണം. ഉസ്താദുമാരുടെ പൊരുത്തം നമ്മുടെ ആഖിറത്തിന്റെ വെളിച്ചത്തിന് ആവശ്യമാണ്. ഇവിടെയുള്ള മുഴുവൻ പിഴച്ച കക്ഷികളും ഉസ്താദുമാരുടെ പൊരുത്തക്കേട് വാങ്ങിയവരാണ്. അതുകൊണ്ടല്ലേ ഷാഫി ഇമാമിന് തെറ്റിപ്പോയെന്ന് ചില ആളുകൾ പറയുന്നത്. നമ്മൾ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നു, ഷാഫി ഇമാം തങ്ങൾ കിതാബിൽ എഴുതിയതാണ്, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറം ഷാഫി ഇമാം തങ്ങളുടെ അടുക്കലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇന്ന് ചില ആളുകൾ പറയുന്നു ഷാഫി ഇമാമിന് തെറ്റിപ്പോയി എന്ന്. ബോംബെയിലുണ്ട് ഒരു അന്താരാഷ്ട്ര ദഅവ നടത്തുന്ന ഒരാൾ. അയാൾ പറയുന്നു, ഒരു വിഷയത്തിൽ ഷാഫി ഇമാമിന് തെറ്റിപ്പോയി. അതേതു വിഷയത്തിലാണ്? പെണ്ണിനെ തൊട്ടാൽ ഒളു മുറിയുന്ന വിഷയത്തിൽ ഷാഫി ഇമാമിന് തെറ്റിപ്പോയി. നിസ്കാരത്തിൽ ആമീൻ പറയുന്ന വിഷയത്തിൽ അബൂ ഹനീഫ ഇമാമിന് തെറ്റിപ്പോയി. മറ്റൊരു മസ്അലയിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് തെറ്റിപ്പോയി. വേറൊരു മസ്അലയിൽ മാലിക് ഇമാമിനും തെറ്റിപ്പോയി. പിന്നെ ഒന്നും തെറ്റാത്ത ആൾ ആരാണ്? ബോംബെയിലുള്ള ഞാനാണ് എന്നൊരു പ്രസംഗം അയാളുടേത് കാണുന്നുണ്ട്. കേട്ടോ സഹോദരാ, അവരുടെ സ്ഥാനം അവർക്കറിയില്ല. ഇതുപോലെ അസൂയ വെക്കുന്ന ആളുകൾ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തം നേടാത്തവരാണ്. ഇവിടെയുള്ള മുഴുവൻ പിഴച്ച പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ. അവർക്കറിയുന്നില്ല അതിൻ്റെ മൂല്യം. നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളുടെ അടുക്കൽ ഓതിപ്പടിക്കണം. അവരുടെ പൊരുത്തവും റിളയും നിലനിർത്തി അവർ വളരണം. എന്നാൽ അത് വലിയ ഉന്നമനത്തിന് കാരണമാണ്. നമ്മുടെ എല്ലാ ആലിമീങ്ങളും ഉയർന്ന സേവനം ചെയ്യാനുള്ള കാരണം ഉസ്താദുമാരുടെ പൊരുത്തമാണ്, അവരുടെ സംതൃപ്തിയാണ്. അല്ലാഹു തആല നമുക്ക് 2 ലോകത്തും അത് നൽകുമാറാകട്ടെ. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യൻ പറയാണ്, മൂന്നാമതായി പറയുന്നു, ഉസ്താദേ, എൻ്റെ അടുക്കലൊരു തെറ്റ് വന്നു പോയത്. എനിക്കൊരു രോഗം വന്നപ്പോൾ ഞാനൊരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, വർഷത്തിൽ 1 ദിവസം 1 കോപ്പ മദ്യം കുടിക്കണമെന്ന്. ഞാനത് സ്വകാര്യമായി ചെയ്തിരുന്നു ഉസ്താദ്. ഈ 3 കാരണങ്ങളാലാണ് അവസാന ഘട്ടത്തിൽ എൻ്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത്.
ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യന്റെ അടുക്കൽ ഖുർആൻ ഓതാനിരുന്നപ്പോഴാണ് വേണ്ട എന്ന് പറഞ്ഞത്. ഇന്ന് ചില ആളുകൾ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു വെക്കും, ഞാൻ മരിച്ചാൽ ഓതണ്ടാന്ന്. അവരുടെ അവസ്ഥ എത്ര ദുരന്തമായിരിക്കും. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്നുപോയ അബദ്ധം അതാ ഈ 3 തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. അതുകൊണ്ട് അവിടുന്ന് കെലിമ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹുവിൻ്റെ അടുക്കൽ എനിക്കും നിങ്ങൾക്കും അനുകൂലമാകണം. ഓരോ മജ്ലിസ് കഴിയുമ്പോഴും നമ്മുടെ കൽബിൽ തഖ്വ വർദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് വരണം, ഒരു ചിന്ത വേണം. കേട്ടോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയാൽ ഏറ്റവും വേദനിക്കുന്ന ആളാരാണ്? എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ ജ്യേഷ്ഠനല്ല, എൻ്റെ അനുജനല്ല. എൻ്റെ അടുക്കൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ ഏറ്റവും വേദനിക്കുന്ന നേതാവ്, ഏറ്റവും വേദനിക്കുന്നയാൾ മദീനത്ത് ഗുംബദേ ഖസ്റാഇന്റെ താഴെ കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ഉള്ളിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ ചെന്ന് സലാം പറയുമ്പോൾ മടങ്ങി കിട്ടണമെന്ന് കൊതിച്ചു നിൽക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, സ്വലാത്ത് ഇങ്ങനെ മതിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ വല്ലാതെ ദുഃഖിച്ചുപോയി. ഒരു തെറ്റ് വന്നു പോയാൽ, എനിക്കും നിങ്ങൾക്കും ഒരു അബദ്ധം വന്നു പോയാൽ, ഒരു പിഴവ് ചെയ്തു പോയാൽ ഏറ്റവും വേദനിക്കുന്നതാരാണ്? എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല. എന്നെ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നതാരാണ്? നമ്മളെ സ്നേഹിക്കുന്നതാരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജദ്തു ഖൈറാ, നിങ്ങൾ നല്ലതു ചെയ്താൽ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ തെറ്റു ചെയ്താലോ, എനിക്ക് വേദന വന്നുപോയി, എൻ്റെ അനുയായി കണ്ണൂർ സിറ്റിയിലുള്ള ഇന്നയാള്, കൊല്ലത്തുള്ള ഇന്നയാള് തെറ്റു ചെയ്തു പോയി എന്നറിഞ്ഞാൽ ഹബീബിന് വേദനിച്ചു പോയി. അപ്പ തന്നെ നമുക്ക് വേണ്ടി പൊറുക്കൽ തേടും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിക്കരുത്. ജീവിതം നല്ല ശ്രദ്ധയോടെ നയിക്കണം. എൻ്റെ ഉമ്മമാരെ, മാന്യമായി ഔറത്ത് മറച്ച് ജീവിക്കണം, തഖ്വയോടെ നീങ്ങണം. മുൻഗാമികളായ ഉമ്മമാരുടെ ജീവിതം കണ്ടില്ലേ, റബ്ബിന്റെ മാർഗത്തിലാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ? അതുപോലെ തന്നെ എത്രയോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരെല്ലാവരും അവരുടെ സ്വാലിഹാത്തുകൾ, അവരുടെ ഭാര്യമാർ, അവരെല്ലാവരും തഖ്വയോടെയല്ലേ ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴിയിൽ ജീവിക്കാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹാബി വനിതകളുടെ മുഴുവനും ജീവിതം റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ്. അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. മൽതഫത്തു യമീനൻ വലാ ശിമാലാ, ഞാൻ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം ഉമ്മു ഉമാറ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനുണ്ട്. അത് യുദ്ധം ചെയ്യാൻ പോയതല്ല, സ്വഹാബത്തിന് സേവനം ചെയ്യാൻ ഒട്ടകക്കട്ടിലിൽ ഇരിക്കാൻ പോയതാണ്. പക്ഷേ നബി തങ്ങൾ ഒറ്റപ്പെട്ടെന്നറിഞ്ഞപ്പോൾ എല്ലാം ഒഴിവാക്കി ചടിയിറങ്ങിയതാണ്. അങ്ങനെ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി പണയം വെച്ചിട്ട് ഇബ്നു ഖുംആ എന്ന ധിക്കാരി വലിയൊരു കുന്തം കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു ഉമാറയുടെ തോളത്ത് ആഴത്തിലങ്ങ് കുത്തിയപ്പോൾ വേദനിച്ചങ്ങിരുന്നു പോയി.
അപ്പൊ നബി തങ്ങൾ ഉമ്മാറയുടെ മകനോട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കണം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എന്നെ നോക്കണ്ട, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കോ, ഞാൻ മരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയെ, കരഞ്ഞത് ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ല, ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചെന്നേ ഉള്ളൂ, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ നഷ്ടമാണ്. അങ്ങനെയാണ് മുഴുവൻ സ്വഹാബത്തും ജീവിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ഇഷ്ക് വെച്ച് നന്നായി സ്വലാത്ത് ചൊല്ലി തഖ്വയോടെ ജീവിക്കണം. അല്ലാഹുവേ, പറയുന്ന എനിക്കും കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കൽബിൽ ഈ മജ്ലിസിൽ നിന്ന് ആത്മീയമായ വെളിച്ചവും തഖ്വയും നീ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഖായിബാക്കല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് ഓരോ മജ്ലിസ് കൊണ്ടും ഞങ്ങളുടെ ആഖിറത്തിലേക്ക് നീ വളർച്ച നൽകണം റഹ്മാനേ. നിനക്ക് പൊരുത്തപ്പെട്ടതിലേക്ക് ജീവിക്കാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് നീ എല്ലാ കഴിവും നൽകണേ റഹ്മാനേ. റിയാ എന്ന വലിയ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരെ, ഒരു വഖത്ത് നിസ്കാരവും ഖളാ ആകരുത്. വൃത്തികെട്ട സിനിമയും മറ്റും കണ്ട് കണ്ണുകേട് വരുത്തരുത്. ഉമ്മമാര് പെങ്ങന്മാരോട് പറയട്ടെ, ആവശ്യമില്ലാത്തത് കണ്ട് കണ്ണുകേട് വരുത്തരുത്. എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണ്ടേ. വൃത്തികെട്ട സിനിമ കണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ ആ ഹബീബിനെ കാണാൻ കഴിയുമോ? അതാ ചെവിയിൽ അതാ സ്പീക്കർ തിരികെ വെച്ചിട്ട് സിനിമ ഗാനവും കേട്ട് കിടന്നാൽ ഹബീബിന്റെ വിളി കേൾക്കാൻ കഴിയുമോ? അല്ലാഹുവേ, പകല് മുഴുവനും നിന്റെ ഹബീബിന്റെ ദീനനുസരിച്ച് ജീവിച്ച് കഴിയും പോലെ അവിടുത്തെ ദീനിന് ദഅവത്ത് നടത്തി രാത്രി ഞങ്ങൾ കണ്ണടയ്ക്കുന്ന നേരത്ത് ആ ഹബീബിനെ ഒരുപാട് തവണ ഒന്ന് കാണിച്ച് ഞങ്ങളുടെ ജീവിതം നീ അർത്ഥമുള്ളതാക്കണേ അല്ലാ. ഞങ്ങള് വസുഫ് പറയുന്ന മഹത്വം പറയുന്ന ഹബീബിനെ കണ്ട് അവിടുത്തെ സൗന്ദര്യം പ്രസംഗിക്കുമ്പോ അവിടുത്തെ ഹബീബിന്റെ തിരുശരീരം മനസ്സിൽ കണ്ടു പറയാൻ പരിചയപ്പെടുത്തി തരണേ റഹ്മാനേ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, തഖ്വയോടെ ജീവിക്കണം. മൊബൈലിലുള്ള മുഴുവൻ വൃത്തികെട്ട ക്ലിപ്പും ഒഴിവാക്കണം. എന്നിട്ടൊന്ന് നിയ്യത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലും, മോനെ റസൂലുള്ളാഹിനെ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം, മദീനയിലെത്താം. പെങ്ങളെ, നിന്റെ വസ്ത്രം മാന്യമുള്ളതാകണം. ശരീരത്തിന്റെ വിശേഷണം പറയുന്ന പർദ്ദയും ചുരിദാറും മോഡേൺ ഡ്രസ്സും ഇട്ടിട്ട് നീ ഇങ്ങനെ തെരുവിൽ ആടിയിട്ട് അന്യപുരുഷന്മാരുടെ കൽബ് കേടുവരുത്തി, നിന്റെ തടിയും കേടുവരുത്തി, നിനക്കല്ല തന്ന സൗന്ദര്യമുള്ള ശരീരം നരകത്തിന്റെ വിറകാക്കല്ലേ മോളെ. തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൽബ് നൽകണേ അല്ലാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.